പ്രണയം ദൈവീകമാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതേ പ്രണയം ഒരു കൊടുംചിതയായി മാറിയാലോ? വിശ്വസിച്ച് കൂടെ നിന്ന ഒരാൾ നമ്മൾ സ്നേഹത്തോടെ കുടിക്കുന്ന പാനീയത്തിൽ പതുക്കെ മരണത്തിന്റെ വിഷം കലർത്തുന്നുണ്ടെന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പ്രണയപ്പകയുടെ ഏറ്റവും ക്രൂരമായ മുഖമായിരുന്നു തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള കാരക്കോണം സ്വദേശി ഷാരോൺ രാജ് എന്ന 23-കാരന്റെ കൊലപാതകം. സ്വന്തം കാമുകിയായ ഗ്രീഷ്മ എന്ന 22-കാരി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊടും ക്രൂരതയുടെ കഥയാണിത്. ഷാരോൺ രാജ് വധക്കേസിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നെയ്യാറ്റിൻകരയിലെ ഒരു സ്വകാര്യ കോളേജിൽ BSc റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ രാജ്. തിരുവനന്തപുരം കാരക്കോണം സ്വദേശി. ഇതേ കോളേജിൽ വെച്ചാണ് ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുമായി ഷാരോൺ സൗഹൃദത്തിലാകുന്നത്. പതുക്കെ ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി. സാധാരണ പ്രണയങ്ങളെപ്പോലെ ഇരുവരും ഒരുമിച്ച് യാത്രകൾ നടത്തി ഒരുമിച്ച് സമയം ചിലവഴിച്ചു. എന്നാൽ ഈ പ്രണയത്തിനപ്പുറം മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ ഗ്രീഷ്മയും അവളുടെ കുടുംബവും ആഗ്രഹിച്ചിരുന്നു എന്നതായിരുന്നു സത്യം. ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹ ആലോചന വരുന്നു. ആ ചെറുക്കൻ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആളായിരുന്നു. ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ ഒരു തന്ത്രം പ്രയോഗിച്ചു. ജാതകദോഷം. തന്റെ ആദ്യത്തെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ മരണപ്പെടുമെന്ന ജാതകദോഷം തനിക്കുണ്ടെന്ന് ഗ്രീഷ്മ ഷാരോണിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അന്ധവിശ്വാസങ്ങളിൽ താൽപ്പര്യമില്ലാതിരുന്ന ഷാരോൺ ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞു. തുടർന്ന് 2022 മെയ് മാസത്തിൽ തമിഴ്നാട്ടിലെ ഒരു വെട്ടുകാട് പള്ളിയിൽ വെച്ചും പിന്നീട് മറ്റൊരു ക്ഷേത്രത്തിൽ വെച്ചും ഷാരോൺ ഗ്രീഷ്മയുടെ കഴുത്തിൽ താലി കെട്ടി. നിയമപരമായി അല്ലെങ്കിലും തങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണെന്ന് ഷാരോൺ വിശ്വസിച്ചു. എന്നാൽ ഗ്രീഷ്മയുടെ മനസ്സിൽ ആ ജാതകദോഷം എന്ന കഥ മറ്റൊരു ക്രൂരമായ വഴിയിലേക്കാണ് നീങ്ങിയത്. ജാതകദോഷമുള്ള തന്റെ ആദ്യ ഭർത്താവ് മരിക്കുമെന്ന വിശ്വാസം സത്യമാക്കാനും അങ്ങനെ ഷാരോണിൽ നിന്ന് രക്ഷപ്പെടാനും ഗ്രീഷ്മ തീരുമാനിച്ചു. അതിനായി അവൾ ഇന്റർനെറ്റിൽ മാരകമായ വിഷങ്ങളെക്കുറിച്ചും കഷായത്തിൽ എങ്ങനെ വിഷം ചേർക്കാമെന്നും തിരഞ്ഞു. 2022 ഒക്ടോബർ 14-ന് റെക്കോർഡ് ബുക്ക് വാങ്ങാൻ എന്ന വ്യാജേന ഷാരോണിനെ ഗ്രീഷ്മ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് താൻ കുടിക്കുന്ന കഷായം കയ്പാണെന്ന് പറഞ്ഞ് അവൾ ഷാരോണിന് കുടിക്കാൻ നൽകി. അതിൽ അവൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കാഫിക് എന്ന മാരകമായ കളനാശിനി വീഡ് കില്ലർ കലർത്തിയിരുന്നു. കഷായത്തിന്റെ അസഹ്യമായ കയ്പ് മാറ്റാൻ അവൾ അവന് ജ്യൂസും കുടിക്കാൻ കൊടുത്തു. വീട്ടിൽ നിന്ന് തിരികെ പോരുമ്പോൾ തന്നെ ഷാരോൺ ഛർദ്ദിക്കാൻ തുടങ്ങിയിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ഷാരോണിന്റെ ആരോഗ്യം അതിവേഗം ക്ഷയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അവന്റെ ആന്തരികാവയവങ്ങൾ ഒന്നൊന്നായി പണിമുടക്കാൻ തുടങ്ങി. മരണക്കിടക്കയിൽ വെച്ചുപോലും തനിക്ക് വിഷം തന്നത് പ്രാണപ്രിയയായ കാമുകിയാണെന്ന് ഷാരോൺ വിശ്വസിച്ചില്ല. ഒക്ടോബർ 25-ന് ക്രൂരമായ ആ വഞ്ചനയ്ക്കിരയായി ഷാരോൺ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആദ്യം ഇതൊരു സാധാരണ മരണമായിട്ടാണ് തോന്നിയതെങ്കിലും ഷാരോണിന്റെ വീട്ടുകാർക്ക് സംശയം തോന്നി. അവർ പോലീസിൽ പരാതി നൽകി. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതോടെയാണ് വഴിത്തിരിവുണ്ടാകുന്നത്. ഗ്രീഷ്മയുടെ മൊഴികളിലെ വൈരുദ്ധ്യം കണ്ടെത്തിയ പോലീസ് അവളെ ചോദ്യം ചെയ്തു. ഒടുവിൽ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഗ്രീഷ്മ ആ സത്യം സമ്മതിച്ചു. താവഴിയായി താൻ തന്നെയാണ് ഷാരോണിന് വിഷം നൽകിയതെന്ന് അവൾ വെളിപ്പെടുത്തി. ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും അറസ്റ്റിലായി. കേരള മനസാക്ഷിയെ അത്രമേൽ മരവിപ്പിച്ച ഒന്നായിരുന്നു ഷാരോൺ രാജ് വധക്കേസ്. പ്രണയിച്ച പുരുഷനെ സ്വന്തം സ്വാർത്ഥതയ്ക്കു വേണ്ടി പടിപടിയായി കൊലപ്പെടുത്തിയ ആ കാമുകി ഇന്ന് നിയമത്തിനു മുന്നിലാണ്. പ്രണയത്തിന്റെ പേരിൽ ഇത്രയും ക്രൂരത ചെയ്യാൻ ഒരു മനുഷ്യന് എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. വിശ്വസിച്ച പ്രണയത്തിന് സ്വന്തം ജീവൻ നൽകേണ്ടി വന്ന ഷാരോണിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ക്രൈം സ്റ്റോറികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.